नमस्ते। आज की कक्षा में सबको स्वागत। हम धर्मवीर भारती के कनुप्रिया नाम गंडकाव्य की दूसरा गंड मंजरी परिणय के पहला गीत आम्र बौर का गीत पढ़ा। आम्र बौर का गीत में संयोग श्रृंगार की मधुर बातों को याद करके राधा कृष्ण को संबोधन करके कहते हैं, कभी कभी परम साक्षात्कार के क्षणों में राधा बिल्कुल जड़ और निष्पन्द हो जाती है। इसका रहस्य के बारे में कनु से पूछती है। यहाँ जन्म जन्मांतर की रहस्यमयी लीलाओं में कृष्ण के साथ राधा भी संगिनी है, क्योंकि रहस्यमयी लीलाओं की एकमात्र संगिनी हूँ राधा। परम पुरुष कृष्ण अपनी शक्ति या योगमाया के रूप में राधा से मिलकर ही अवतार लीलाएं करते हैं। सृष्टि स्थिति संहार के समय में भी राधा कृष्ण के साथ है। यहाँ लज्जा के बारे में कहते हैं, लज्जा होने के कारण कृष्ण के पास राधा नहीं आई। यह लज्जा शरीर का नहीं, मन की ही होती है। मन की लज्जा के कारण राधा ठीक समय में कृष्ण के पास नहीं आई। ये लज्जा मेरे मन में एक अज्ञात भय के रूप में जाग उठता है, जो मधुर है। प्रेम की उन्मत्तता में कभी एक अज्ञात संशय या अनजान संशय जाग उठता है। छिपाने की शक्ति भी होती है, छिपाने की इच्छा भी होती है। इस प्रकार सुख के क्षणों में भी एक ऐसी उदासी फैल जाती है, एक ऐसी दुख फैला जाती है जिसका मैं वर्णन नहीं कर सकती। यहाँ लज्जा मन की भी होती है। ये लज्जा के कारण राधा के मन में एक अज्ञात भय, अपरिचित संशय, आग्रह भरा गोपन और निर्व्याख्या उदासी भी फैला जाती है। इन पंक्तियों में एक और राधा की लोक लज्जा और दूसरी ओर प्रीतम से मिलने की इच्छा चित्रित हुई है। ये मानसिक संघर्ष हर नारी में होता है, इसलिए राधा के मानसिक संघर्ष का सूक्ष्म वर्णन यहाँ कवि ने चित्रित किया है। അടുത്ത നമ്മുടെ മഞ്ജരി പരിണയിലെ രണ്ടാമത്തെ ഗീതമാണ് ആമ്ര ബൗർ കാ അർത്ഥാണ്. ആമ്ര ബൗർ കാ അർത്ത്. ഇവിടെ രാധയ്ക്ക് ആ നടവഴിയിൽ, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടക്കുഴലിൽ കൂടി രാധയുടെ പേര് ഉച്ചരിച്ചിട്ടും രാധ ആഗ്രഹിച്ചിട്ട് പോലും രാധ കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, അവൾ പോകുന്ന വഴി അത്രയും നേരം വൈകുന്നേരം വരെ കാത്തിരുന്നും കാണാതെ ആയപ്പോൾ പോകുന്ന വഴിയിൽ മാമ്പൂവിൻ്റെ ഒരു പൂങ്കുല പൊട്ടിച്ചെടുത്ത് അത് പോകുന്ന വഴിയിലെല്ലാം വിതറിപ്പോകുന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ആ മാമ്പൂവിൻ്റെ അർത്ഥം എന്താണെന്ന് രാധയ്ക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അവളുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ അവളുടെ നിഷ്കളങ്കത കാരണമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാതെ പോയത്. അപ്പോൾ നമ്മൾ ദൂസര ഗീതമാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ ഗീതം മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഗീതമാണ് ആമ്ര ബൗർ കാ അർത്ഥാണ്. ഇവിടെ ബാംസുരി സെ രാധാ കോ പുകാർത്തെ പുകാർത്തെ കൃഷ്ണ നിരാശ ഹോഗി, രാധ ഉസ്കെ പാസ് നഹി ആയി. അപ്പോൾ രാധേനെ ഓടക്കുഴലിലൂടെ വിളിക്കുന്നുണ്ട്, എന്നിട്ടും രാധ അവിടെ വരുന്നില്ല. അങ്ങനെ കൃഷ്ണ നിരാശനായി. कृष्ण ने राधा की मांग भरने की इच्छा प्रकट करने के लिए आम्र मंजरी को चूर कर पगडंडी पर बिखरे दिया. ഇവിടെ കൃഷ്ണൻ രാധയുടെ സിന്ദൂര രേഖ നിറയ്ക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്
പോകുന്ന വഴിയിൽ ആ മാമ്പൂ പൊട്ടിച്ച് അതിനെ പൊടിച്ച് പോകുന്ന വഴിയിൽ വിതറുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ആഗ്രഹമാണ്. അത് രാധയുടെ സിന്ദൂരരേഖ അല്ലെങ്കിൽ സീമന്തരേഖയിൽ സിന്ദൂരം ഇടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം. അത് അവിടെ ഈ ഒരു സൂചന ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. രാധ യേ സംഖേത് സമജ് ന സഖി. രാധയ്ക്ക് അതിൻ്റെ സൂചന, ഈ മാമ്പൂവിന് വിതറിയത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ സൂചന അറിയാനായിട്ട് രാധയ്ക്ക് അവിടെ സാധിക്കുന്നില്ല. വ പശ്ചാത്താപ് കെ സാത്ത് കനു സെ कहती है कि अपनी പകലി പ്രേമികാക്കി നാദാനി മാഫ് കർ ദോ. അവിടെ നിഷ്കളങ്കയായ രാധ പറയുന്നുണ്ട് ആ പൊട്ടത്തരം, രാധയുടെ ആ പൊട്ടത്തരത്തിന് അല്ലെങ്കിൽ ആ വിഡ്ഢിത്തത്തിന് മാപ്പ് കൊടുക്കാനായിട്ട് കണ്ണനോട് പറയുന്ന ഭാഗമാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. अगर मैं आम के बौर का टिक टिक संकेत नहीं समझ पाई तो भी इस तरह खिन्न मत हो प्रिय मेरे. यहाँ आम के बौर का टिक टिक संकेत എന്ന് പറഞ്ഞാൽ സൂചന, ഹിൻഡ്, സൂചന, അർത്ഥം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. मैं आम के बौर का टिक टिक संकेत नहीं समझ पाई. यहाँ राधा को आम के बौर का आम्र मंजरी का अर्थ उसकी सूचना ठीक तरह से समझ नहीं गया. इसलिए राधा कनु से कहती है इस तरह खिन्न मत हो. खिन्न मत हो എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, ഖിन्न എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. ഖിन्न മത് ഹോ, ദുഃഖി ന ഹോ. അവിടെ ദുഃഖിക്കരുതെന്നാണ് പറയുന്നത്. പ്രിയ മേരെ. राधा कनु से कहते हैं हे मेरे प्रिय, मुझे आम के बौर का अर्थ उसका संकेत ठीक तरह से समझ नहीं पाई, इसलिए इस तरह तुम दुखी मत न हो. दुखी मत हो. ഇതുപോലെ നീ ദുഃഖിക്കരുത്, ദുഃഖിക്കേണ്ട ആവശ്യം. യഹാ ദുഃഖിത് ഹോനേക്ക് ജരൂരത്ത് നഹി. ഇവിടെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. യഹാ രാധ कहते हैं कनु से दिए गए पहले संकेत हमको वह समझ गई है. ഇതിന് മുൻപ് കൊടുത്തയച്ചിട്ടുള്ള സൂചനകളും അർത്ഥങ്ങളൊക്കെ രാധയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേവൽ ആം ബൗർ കാ സംകേത് വ സമജ് നഹി ഗയി. കേവലം ഈ മാമ്പൂവിൻ്റെ അർത്ഥം അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് മാത്രമാണ് രാധയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാതെ പോയത്. അപ്പോൾ ഇതുകൊണ്ട് രാധ പറയണ തും ഇസ് തര ഖിന്ന മത് ഹോ, തും ഇസ് തര ദുഃഖി ന ഹോ. നീ ഇതുപോലെ ദുഃഖിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം യഹാ ദുഃഖിത് ഹോനെ കി ജരൂരത്ത് നഹി ക്യോंकि इसके पहले बार तुम्हारे संकेतों का अर्थ समझकर तुमसे मिलने के लिए राधा आई थी. അപ്പോൾ ഇതിന് മുൻപെല്ലാം സൂചനകളൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിന്നെ കാണാനായിട്ട് ഞാൻ ഇതിന് മുൻപെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കേവലം ഈ ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് മനസ്സിലാക്കാതെ പോയത്. कितनी बार जब तुमने अर्धोन्मीलित कमल भेजा तो मैं तुरंत समझ गई कि तुमने मुझे संझा बिरियाम बुलाया है. कितनी बार जब तुमने अंजुरी बरबर बेले के फूल भेजे तो मैं समझ गई कि तुम्हारी अंजुरियों ने किसे याद किया है. कितनी बार जब तुमने अगस्त के 2 उजले कटावदार फूल भेजे तो मैं समझ गई कि तुम फिर मेरे उजले कटावदार पाँवों में तीसरे पहर टीले के पास वाले सागर की घिनी चाव में बैठकर महावर लगाना चाहते हो. आज अगर आम के बौर का संगीत नहीं भी समझ पाई तो क्या इतना बड़ा मान ठान लोगे. कितनी बार जब तुमने अर्धोन्मीलित कमल भेजा. अर्धोन्मीलित എന്ന് പറഞ്ഞാൽ പാതി വിടർന്ന, പകുതി വിടർന്ന, ആദാ വികസിത്. കമൽ എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്. यहाँ राधा अपने प्रिय से कहती है, कनु से कहती है, मैं എന്താ പറയുന്നത്, तुमने अर्धोन्मीलित कमल भेजा था. तुम कितनी बार मुझे अर्धविकसित कमल भेजा था. നീ എത്രയോ പ്രാവശ്യം എനിക്ക് പാതി വിടർന്ന താമരപ്പൂ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
मैं तुरंत समझ गई कि तुमने मुझे संझा बिरियाം ബുലായാ ഹെ. സംജാ ബിരിയ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം എന്നുള്ള അർത്ഥം. സംജ എന്ന് പറഞ്ഞാൽ സന്ധ്യ, സംജാ ബിരിയ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം. मैं तुरंत समझ गई कि तुमने मुझे संझा बिरियाം ബുലായാ ഹെ. अर्धविकसित कमल को भेजा था, उस समय मैं तुरंत समझ गई कि तुमने मुझे संध्या समय में मिलने के लिए बुलाया है. സന്ധ്യാസമയത്ത് കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെന്ന് ആ താമരപ്പൂവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. कितनी बार जब तुमने अंजुरी बर्बर बेले के फूल भेजे. बेले के फूल എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ജാസ്മിൻ, ഒരു തരം മുല്ലപ്പൂവാണ്. അഞ്ജുരി എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിളിൽ, അഞ്ജലി എന്നുള്ള അർത്ഥം. അഞ്ജുരി എന്ന് പറഞ്ഞാൽ അഞ്ജലി എന്നുള്ള അർത്ഥം. ബേലയ്ക്ക് ഫൂൾ എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ജാസ്മിൻ, മുല്ലപ്പൂവ്, തരം മുല്ലപ്പൂവ്. तो मैं समझ गई कि तुम्हारी अंजुरियों ने किसे याद किया है. വീണ്ടും രാധ പറയണ ആദ്യത്തെ സൂചന പറഞ്ഞു. ആദ്യത്തെ സൂചന അർദ്ധവികസിത് കമലാണ്, താമരപ്പൂവാണ്. രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നു അഞ്ജുരി ബർക്കെ അഞ്ജലിയോം ബർബർ ബേലയ്ക്ക് ഫൂൽ ബേജി. കൈക്കുമ്പിൾ നിറച്ച് കൈ നിറച്ച് മുല്ലപ്പൂവ് കൊടുത്തയച്ചു. തോ മേ സമജ് ഗയി കി, ആ സമയത്ത് എനിക്ക് മനസ്സിലായി. തുമാരി അഞ്ജലിയോം നെ കിസെ യാദ് കിയാ ഹെ. തുമാരി അഞ്ജലിയോം നെ കിസെ യാദ് കിയാ ഹെ. നിൻ്റെ കൈകൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ഓർമ്മിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇസ്കാർത്ത് ഹെ മേരെ സ്പർശ് കി ഇച്ഛ പ്രകട് കിയാ ഹെ. എന്നെ സ്പർശിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അവിടെ പ്രകടമാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അർദ്ധോന്മീലിത് കമലാണ്, അത് സന്ധ്യാസമയമേ ബുലാനെ കെ ലിയെ അല്ലെ മിൽനെ കെ ലിയെ ബുലായാ ഹെ. രണ്ടാമത്തെ അഞ്ജലിയോ ബർ ബേലയ്ക്ക് ഫൂൽ, രണ്ടാമത്തെ പ്രാവശ്യം അയച്ചത് മുല്ലപ്പൂവാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഉസ്കെ അഞ്ജലിയോംനെ കിസെ യാദ് കിയാ ഹെ കി മേരെ സ്പർശ് കി ഇച്ഛ പ്രകട് ഹോത്തി ഹെ. തൊടാനുള്ള ആഗ്രഹമാണ് അവിടെ പ്രകടമാക്കിയത്. कितनी बार जब तुमने अगस्त के 2 उजले कटावदार फूल भेजे तो मैं समझ गई कि तुम फिर मेरे उजले कटावदार पाँवों में तीसरे पहर टीले के पास वाले सहकार की घनी छाँव में बैठकर महावर लगाना चाहते हो. മഹാവർ ലഗാന എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചു, ആദ്യത്തെ ഖണ്ഡത്തിൽ പഠിച്ചു. മഹാവർ ലഗാന എന്ന് പറഞ്ഞാൽ മെഹന്തി അല്ലെങ്കിൽ നമ്മൾ ചായം തേക്കുക. മഹാവർ ലഗാന കുങ്കുമം ചാലിച്ച് തേക്കുന്നതിനാണ് പറയുന്നത്. മൈലാഞ്ചി ഇടുക എന്നൊക്കെ പറയാം, വേണമെങ്കിൽ മെഹന്തി ഇടുക എന്നൊക്കെ പറയാം. കിത്തിനി ബർജത്തുനെ അഗസ്ത്യക്ക്, അഗസ്ത്യ എന്ന് പറയുന്നത് ഒരു തരം മരമാണ്. അഗസ്ത്യ എന്ന് പറയുന്നത് ഒരു തരം മരമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അർദ്ധചന്ദ്രാകൃതിയിലുള്ള പൂക്കളാണ് അതിൽ വിരിയ. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള പൂക്കളാണ് ഈ അഗസ്ത്യമരത്തിൻ്റെ മുകളിൽ വിരിയുന്നത്. അപ്പോൾ അഗസ്ത്യ എന്ന് പറയുന്നത് एक तरह के पेड़ है, उसमें अर्धचंद्र के आकार में सफ़ेद और लाल फूल खिला है. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്, ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ചന്ദ്രൻ്റെ ആകൃതിയിലുള്ള പൂക്കളാണ് അതിൽ വിരിയ ഈ അഗസ്ത്യമരത്തിൽ. ഉജ്ലെ കട്ടാവദർ ഫൂലെ ബേജെ, കട്ടാവദർ എന്ന് പറഞ്ഞാൽ കുലകളായിട്ട്, ഫൂൽ ബേജെ തോ മേ സമജ് ഗയി. എത്രയാണ്? 2 ഉജ്ലെ കട്ടാവദർ, 2 കൂട അല്ലെങ്കിൽ 2 കൊല പൂവാണ് കൊടുത്തയച്ചത്. തോ മേ സമജ് ഗേക്ക്, നല്ല കളർഫുള്ളായിട്ട് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള പൂക്കളാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മേ സമജ് ഗേക്ക്, ഞാൻ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? തും ഫിർ മേരെ ഉജ്ലെ കട്ടാവദർ പാവോമേ, വീണ്ടും ഫിർ തും മേരെ ഉജ്ലെ, എൻ്റെ കാലുകളിൽ, കട്ടാവദർ പാവമേ ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ആ കാലുകളിലെ തീസരെ പഹർ, 3-ാം യാമത്തിലെ ടീലേക്ക് പാസ് വാലെ, ടീലേക്ക് പാസ് എന്ന് പറഞ്ഞാൽ ഹില്ലാണ്, ഒരു കുന്നിൻ്റെ ചെരുവാണ്. ടീലേക്ക് പാസ് വാലെ കുന്നിനടുത്തുള്ള സഹകാർ, സഹകാർ എന്ന് പറഞ്ഞാൽ ആംകാപ്പേടാണ്, മാവ്, നല്ല മാമ്പൂവൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല മണമുള്ള മാവാണ്. സഹകാർക്കി ഘിനി ചാവുമേ, നല്ല തണലിൽ, ചാവ് എന്ന് പറഞ്ഞാൽ ചായ. ബൈറ്റ് കർ മഹാവർ ലഗാന ചാത്തേ ഹോ. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അയച്ചത് അഗസ്ത്യ നാം കെ പേട് കെ 2 ഉജ്ലെ കട്ടാവദാർ ഫൂൽ ബേജെ, അതായത് 2 കൊല പൂവ് കൊടുത്തയച്ചു. അതിൽ നിന്ന് മനസ്സിലായി എന്താണ്? തീസരെ പഹർമേ
टीले के पास बैठकर आम के पेड़ की छाया में बैठकर महावर लगाന ചാത്തേ थे. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. അതായത് കുന്നിന് മുകളിലുള്ള ഒരു വലിയൊരു മാവുണ്ട്. ആ മാവിൻ്റെ ചുവട്ടിലിരുന്ന് മൂന്നാം യാമത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ കാലിൽ മൈലാഞ്ചി ഇടുക അല്ലെങ്കിൽ കുങ്കുമച്ചായം പൂശാനായിട്ട് നീ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ മുൻപ് തന്നിട്ടുള്ള സങ്കേതങ്ങൾ, സൂചനകൾ, അതിൻ്റെ അർത്ഥമെല്ലാം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നാണ് രാധ പറയുന്നത്. आज अगर आम के बोर का संकेत नहीं भी समझ पाई तो क्या इतना बड़ा മാൻഠാൻ ലോകേ. മാൻഠാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോധ് കർണ എന്നുള്ള അർത്ഥം, റൂട്ട്ന അല്ലെങ്കിൽ ക്രോധ് കർണ എന്നുള്ള അർത്ഥം. ആജ് അഗർ ആം കെ ബോർ കാ സംഗീത് നഹി സമജ് ഗേ. ഇന്ന് ഈ മാമ്പൂവ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഉസ്കാ തലേതിൻ്റെ സൂചന എന്താണെന്ന് മേ സമജ് നഹി പായി, എനിക്ക് മനസ്സിലായില്ല. ഇസ്ലിയേ തും ഇത്തന ക്രോധ് കർണയ്ക്ക് സരൂരത്ത് ക്യാ ഹേ. അതുകൊണ്ട് ഇത്രയും ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് രാധ ചോദിക്കുന്നത്. ഇത്രയും പിണങ്ങി മിണ്ടാതിരിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്രയും ദേഷ്യം കാണിക്കേണ്ട ആവശ്യം ഇവിടെ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, मैं मानती हूँ कि तुमने अनेक बार कहा है राधन, तुम्हारी शौक चंचल विजुम्बित पलकें तो पगडंडियाँ मात्र है जो मुझे तक पहुँचाकर रीत जाती है. तुमने कितनी बार कहा है राधन, ये पतले मृणाल से तुम्हारी गोरी अनावृत बाहें पगडंडियाँ मात्र है जो मुझे तुम तक पहुँचाकर रीत जाती है. मैं मानती हूँ, मैं स्वीकार करती हूँ, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മാനിക്കുന്നു. തുമ്നെ അനേക് ബാർ കഹാ ഹേ, നീ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മിലൻ കി ക്ഷണോ മേ കനൂനെ രാധാ സേ ജോ ബാത്തേം കഹി തീ യഹാ രാധ ഉൻകി യാദ് കർത്തി ഹേ. അതായത് ഒരു കണ്ടുമുട്ടുന്ന ആ വേളയിൽ, സംയോഗത്തിൻ്റെ വേളയിൽ, സംयोग की क्षणों में या मिलन की क्षणों में കനൂനെ രാധാ സേ ജോ ബാത്തേം കഹി തീ. കണ്ണ രാധയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, യഹാ രാധ ഉസ്കി യാദ് കർത്തി ഹേ, അതെല്ലാം രാധ ഇവിടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. രാധ സമ്മതിക്കുകയാണ്. മേ മാൻതി ഹൂം, ഹേ മേരെ പ്രിയ, ഹേ മേരെ കനു, മേ മാൻതി ഹൂം, മേ സ്വീകാർ കർത്തി ഹൂം. തുമ്നെ അനേക് ബാർ കഹാ ഹേ, നീ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, രാധൻ തുമാരി ശോക് ചഞ്ചൽ വിജുംബിത് പലകേം തോ. ശോക് എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ എന്നുള്ള അർത്ഥത്തിലാണ്. ചഞ്ചലമായിട്ടുള്ള, വിജുംബിത് പലകേ, ചുംബിത് കൂമ്പിയ, കൺപോളകൾ, പലക്ക് എന്ന് പറഞ്ഞാൽ കൺപോളകൾ. പകടണ്ടിയ മാത്ര ഹേ, ഹേ രാധേ, കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തുമാരി ശോക് ചഞ്ചൽ അവർ വിചുംബിത് പലകേം തോ പകടണ്ടിയ മാത്ര ഹേ. പകടണ്ടി എന്ന് പറഞ്ഞാൽ മാർഗം, എത്താനുള്ളൊരു വഴി. അപ്പം നിന്നിലേക്ക് എത്താനുള്ള വഴികളാണ്. അതായത് രാധേ തുമാരി ശോക് ചഞ്ചൽ, രാധയോട് പറയണേ, രാധേ നിൻ്റെ ധിക്കാരിയായ ചഞ്ചലമായിട്ടുള്ള കൂമ്പിയ കൺപോളകൾ എന്ന് പറയുന്നത് പകടണ്ടിയ മാത്ര ഹേ, അതൊരു എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ്, അതിനുള്ളൊരു വഴി മാത്രമാണത്. രാധയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അങ്ങനെയാണ് പറയുന്നത്. ജോ മുझे തും തക് പഹുഞ്ചാക്കർ റീത് ജാതി ഹേ. റീത് ജാന എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക, ഖാലി ഹോന എന്നുള്ള അർത്ഥം, ഇല്ലാതെയാവുക, നിരർത്ഥ ഹോജാന എന്നുള്ള അർത്ഥം. ജോ മുझे തും തക് പഹുഞ്ചാക്കർ, അപ്പോൾ നിൻ്റെ കൺപോളകൾ എന്ന് പറയുന്നത് മുझे തും തക് പഹുഞ്ചാക്കർ, എന്നെ നിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം പഹുഞ്ചനെ കെ ബാദ് രീത് ഹോ ജാതി ഹേ, ഖാലി ഹോ ജാതി ഹേ. നിന്നിലേക്ക് എന്നെ എത്തിക്കാനുള്ള ഒരു വഴി മാത്രമാണ്, ഒരു മാർഗം മാത്രമാണ് നിൻ്റെ കൺപോളകൾ. തുമ്നെ കിത്തനി ബാർ കഹാ ഹേ രാധൻ, ये पतले मृणाल से तुम्हारी गोरी अनावृत बाहें പകടണ്ടിയ മാത്ര ഹേ. മൃണാൾ സി, മൃണാൾ എന്ന് പറഞ്ഞാൽ താമരത്തണ്ടാണ്, കമൽ നാൾ എന്ന് പറയും. മൃണാൾ, കമൽ നാൾ കി തര, മൃണാൾ കി തര, താമരത്തണ്ട് പോലെ. തുമാരി ഘോരി അനാവൃത ബാഹ്യം, ബാഹു എന്ന് പറഞ്ഞാൽ കൈകൾ, അനാവൃതം എന്ന് പറഞ്ഞാൽ നോട്ട് കവേഡ്, ഗോരി എന്ന് പറഞ്ഞാൽ വെളുത്ത. ഇത് പറയണേ, രണ്ടാമത് പറയുന്ന, അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എനിക്ക് പലകേ. രണ്ടാമത്തെ കാര്യം പറയണേ, രാധ ये पतले मृणाल से तुम्हारी गोरी अनावृत बाहें पगडंडिया मात्र है मुझे तुम तक पहुँचाकर यह भी रीत जाती है. നിൻ്റെ മെലിഞ്ഞ താമരത്തണ്ട് പോലെയുള്ള വെളുത്ത
കൈകളെന്ന് പറയുന്നത് യേ പകടണ്ടിയ മാത്രമേ, അതൊരു മാർഗം മാത്രമാണ്, അതൊരു വഴി മാത്രമാണ്. എന്തിനുള്ള മാർഗമാണെന്ന് പറയുന്നത് മുജേ തും തക് പഹുഞ്ചാക്കർ ചാത്തി ഹേ, എന്നെ നിന്നിലേക്ക് എത്തിച്ചത് ശൂന്യമായി തീരുന്നു, ഇല്ലാതാവുന്ന അതിനുള്ളൊരു മാർഗം മാത്രമാണ് നിൻ്റെ കൈകൾ. വെളുത്ത സുന്ദരമായിട്ടുള്ള നിൻ്റെ കൈകൾ, താമരത്തണ്ട് പോലെയുള്ള നിൻ്റെ കൈകൾ ഒരു മാർഗം മാത്രമാണ്, നിന്നിലേക്ക് എത്തിച്ചേരാനുള്ളൊരു മാർഗം മാത്രമാണ്. തുമ്നെ കിतनी बार कहा है सुनो, तुम्हारे अदर, तुम्हारी पलकें, तुम्हारी बाहें, तुम्हारे चरण, तुम्हारे अंग प्रत्यंग, तुम्हारी सारी चंपकवर्णी देह मात्र पगडंडियाम है, जो चरम साक्षात्कार के क्षणों में रहती ही नहीं, रीत रीत जाती है. തുമ്മിനെ കിത്തിനി ബാർ കഹാ ഹേ. അപ്പോൾ രാധ ആ കണ്ടുമുട്ടുന്ന ആ വേളയിൽ, ആ സംയോഗത്തിൻ്റെ വേളയിൽ, ആ നിമിഷം, ആ മുഹൂർത്തത്തിൽ കണ്ണൻ രാധയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് അതെല്ലാം ഓർക്കുകയാണ് ചെയ്യുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയണേ സുനോ തുമാരെ അതർ, അതർ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ, ഹോണ്ട്. തുമാരെ അതർ, തുമാരി പലക്കെ, നിൻ്റെ കൺപോളകൾ, തുമാരി ബാഹ്യം, നിൻ്റെ കൈകൾ, തുമാരെ ചരൺ, നിൻ്റെ കാലുകൾ, തുമാരെ അംഗപ്രത്യംഗം, നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും, തുമാരെ അംഗപ്രത്യംഗ, നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും, തുമാരി സാരി ചമ്പകവർണ്ണി ദേഹ്, നിൻ്റെ ചെമ്പകവർണ്ണത്തിലുള്ള, ചെമ്പക നിറത്തിലുള്ള നിൻ്റെ ശരീരം മുഴുവനും പകടണ്ടിയ മാത്രഹേ, അതൊരു വഴി മാത്രമാണ്, അതൊരു മാർഗം മാത്രമാണ്. നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും, ചെമ്പകവർണ്ണത്തിലുള്ള, ചെമ്പക നിറത്തിലുള്ള നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, അതായത് ചുണ്ട്, കൺപോളകൾ, കൈകൾ, കാലുകൾ, നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പകടണ്ടിയ മാത്രഹേ, ഒരു മാർഗം മാത്രമാണ്. എന്തിനുള്ള മാർഗമാണ്? യേ മുझे തും തക് പഹുഞ്ചാക്കർ രീത് ജാനെ കെ ലിയേ പകടണ്ടിയ മാത്രഹേ, എന്നിലേക്ക് എത്തിച്ചതില്ലാതാക്കുക, അതായത് ചരം സാക്ഷാത്കാർക്കെ ക്ഷണോമേ, ചരം സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പരമമായ സാക്ഷാത്കാരം, പരം സാക്ഷാത്കാർക്കെ ക്ഷണോമേ, ആ മുഹൂർത്തത്തിലെ രത്തി ഹി നഹി രീത് രീത് ജാതി ഹേ, അതെല്ലാം ഇല്ലാതാവുന്നു, ശൂന്യമായി പോകുന്നു. അപ്പം നിൻ്റെ ഓരോ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എന്തിനുള്ളതാണെന്ന് പറയുന്നത് എന്നെ നിന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്, ഒരു വഴി മാത്രമാണ്. ഇവിടെ എത്തിയതിന് ശേഷം അതെല്ലാം ശൂന്യമായി തീരുന്നു എന്നാണ് പറയുന്നത്. ഖാലി ഹോ ജാതി ഹേ യാ സ്വയം നഷ്ട ഹോ ജാതി ഹേ, സ്വയം അത് ഇല്ലാതെയാവുന്നു എന്നാണ് പറയുന്നത്. രാധ കോ പാനെ കെ ബാദ് കനു കെ ലിയേ രാധ കെ ശാരീരിക ആകർഷൺ കാ കോയി അർത്ഥ നഹി രഹത്ത, അതായത് രാധയെ നേടിയതിന് ശേഷം കനുവിനെ, രാധയുടെ ശാരീരികമായ ആകർഷണത്തിന് പ്രത്യേകിച്ച് ഒരർത്ഥം അവിടെ കൊടുക്കുന്നില്ല. കണ്ടുമുട്ടുന്നതിന് മുമ്പ് എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ്. കണ്ടുമുട്ടി കഴിഞ്ഞാൽ, സംയോഗത്തിൻ്റെ ആ നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഇല്ലാതാകുന്നു, ശാരീരികമായിട്ടുള്ള ആകർഷണം അവിടെ ഇല്ലാതാകുന്നു, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും തന്നെ ഇല്ല. ഹാ ചന്ദൻ തുമാരെ ശിഥിൽ ആലിംഗൻ മേ मैंने कितनी बार इन सब को रीता हुआ पाया है, मुझे ऐसा लगा है जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है, और इस समय मैं शरीर नहीं हूँ, मैं मात्र एक सुगंध हूँ, आधी रात तक महकने वाले इन रजनीगंधा के फूलों की प्रगाढ़ मधुर गंध, आकारहीन, वर्णहीन, रूपहीन. हा चंदन, राधा कनु से कहते हैं, हे चंदन तुल्य कनु, तुम्हारे शिथिल आलिंगन में, നിൻ്റെ ശിഥിലമായ ആലിംഗനത്തിലെ, मैंने कितनी बार इन सबको रीता हुआ पाया है, इन शिथिल तुम्हारे आलिंगन में शरीर का सब अंग रीता हुआ पाया है, ശരീരത്തിൻ്റെ ഓരോ അവയവവും അവിടെ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. मैंने कितनी बार इन सबको रीता हुआ पाया है, എത്രയോ പ്രാവശ്യം, അതായത് നിന്നിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമാണ് ഓരോ അവയവവും നിൻ്റെ ആലിംഗനത്തിൽ, അതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മുझे ऐसा लगा है, मुझे ऐसा അനുഭവ कर रहा है, എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. तुम्हारे शिथिल जैसे किसी ने सहसा इस जिस्म के बोझ से, जिस्म എന്ന് പറഞ്ഞാൽ ശരീരം, बोझ എന്ന് പറഞ്ഞാൽ ഭാരം. जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है, तो मुझे ऐसा लगा है, मुझे ऐसा अनुभव कर रहा है
किसी ने सहसा इस शरीर के बोझ से मुझे സ്വതന്ത്ര कर दिया है. മുക്തനാക്കുക, സ്വതന്ത്രനാക്കുക. ആരോ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രയാക്കിയതായിട്ടാണ് മുജായിസ ലഗാഹെ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ എത്രയോ പ്രാവശ്യം നിൻ്റെ ആലിംഗനത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും ശരീര സബ് അംഗ് രീത്താ ഹുവാ പായാ ഹേ, ശരീരത്തിൻ്റെ ഓരോ അവയവവും നിൻ്റെ ആലിംഗനത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മുജായിസ അനുഭവ കർ രഹാ ഹേ. കിസിനെ ഇസ് ശരീർ കെ ബോജ് സേ മുझे സ്വതന്ത്ര കർ ദിയാ ഹേ. ആരോ എൻ്റെ ശരീരഭാരത്തിൽ നിന്ന് എന്നെ മോചിതയാക്കിയിരിക്കുകയാണ്, സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. और इस समय में शरीर नहीं, मैं मात्र एक सुगंध हूँ. इस समय में तुम्हारे इस आलिंगन के समय में मैं शरीर नहीं हूँ, ഞാൻ ശരീരമല്ല. मैं एक സുഗന്ധം മാത്രവും, ഞാനൊരു സുഗന്ധം മാത്രമാണ്. കാണാനായിട്ട് സാധിക്കില്ല, സുഗന്ധം മാത്രമായിട്ട് സൂക്ഷ്മമായിട്ട് അത്രയും ഒരു അനുഭവമായിട്ടാണ് അവിടെ പറയുന്നത്. മേ മാത്ര ഏക്ക് സുഗന്ധ ബഞ്ചാത്തിഹും, ഞാനൊരു സുഗന്ധം മാത്രമായിട്ട് മാറുന്നു. സമയത്ത് എനിക്ക് ശരീരമില്ല, സുഗന്ധം മാത്രമാണ്. आधी रात महकने वाले इन रजनीगंधा के फूलों की प्रगाढ़ मधुरगंध आकारहीन वर्णहीन रूपहीन. ആകാർഹീൻ എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തത്, വർണ്ണഹീൻ എന്ന് പറഞ്ഞാൽ നിറമില്ലാത്തത്, രൂപഹീൻ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തത്, മഹക്കനെ വാലെ എന്ന് പറഞ്ഞാൽ സുഗന്ധമുണ്ടാക്കുന്ന. ആദിരാത്ത് മഹക്കനെ വാലെ ഇൻ രജനീഗന്ധാക്കെ ഫൂലം കി, രജനീഗന്ധ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വിരിയുന്ന പൂക്കളാണ്. ആദിരാത്തിന് പാതിരാത്രി വിരിയുന്ന നല്ല സുഗന്ധമുള്ള ഫൂലോം കി തര്, ആ പൂക്കളെപ്പോലെ എങ്ങനെയാണെന്ന് പറയുന്നത് പ്രഗാഡ്, വളരെ തിക്കായിട്ട് വളരെ ഗാഢമായിട്ട്, മധുർഗന്ധ് വളരെ മധുരമായിട്ടുള്ള നല്ല മണമുള്ള, ആകാർഹീൻ വർണ്ണഹീൻ രൂപഹീൻ, ശരീർഹീൻ വർണ്ണഹീൻ രൂപഹീൻ യഹാം ശൂന്യത മാത്രഹേ. പിന്നെ ശരീരമില്ല, നിറമില്ല, രൂപമില്ല, കേവലം എന്ത് മാത്രമാണുള്ളത്? ശൂന്യത മാത്രമാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ ഈ സമയമേ മേ ശരീർ നഹി മേ ഏക്ക് സുഗന്ധ് ബഞ്ചാത്തി ഹൂ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതെന്ന് പറയുന്നത്, ആദി രാത്ത് മേ ഫൂലനെ വാലെ രജനീഗന്ധ കെ ഫൂലോം കി തര के महक के समान, सुगंध के समान प्रगाढ़ और मधुर गंध बहते रहते हैं. വളരെ ഗാഠമായിട്ടുള്ള വളരെ നല്ല സുഗന്ധം പുറപ്പെടുവിക്കുന്ന, ശരീരമില്ലാത്ത, വർണ്ണമില്ലാത്ത, രൂപമില്ലാത്ത സുഗന്ധമായിട്ട് മാറുന്നു. മിലൻ കി അനുഭൂതി അലൗകിക ഹേ, കണ്ടുമുട്ടലിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത് അലൗകികമാണ്. महामिलन की चरम अनुभूति में ശാരീരികത का कोई अर्थ नहीं. അപ്പോൾ കണ്ടുമുട്ടലിൻ്റെ ആ പരമമായിട്ടുള്ള അനുഭൂതിയിൽ ശാരീരികതയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. രാധ പ്രീതമ്മേ സൂക്ഷ്മഗന്ധയ്ക്ക് സമാൻ മിൽ ജാതി ഹെ. രാധ പ്രീതമനിലെ കണ്ണനിലെ വളരെ സൂക്ഷ്മമായ ഒരു ഗന്ധത്തിന് സമാനമായിട്ട് അവിടെ ഒന്നായിത്തീരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, मुझे नित्य नए शिल्प में ढालने वाले मेरे उलझे रूखे चंदनवासित केशों में पतली उछली चुनौती देती हुई मांग, क्या वह आखिरी पगडंडी थी जिसे तुम रिथा देना चाहते थे? इस तरह उसे आम्र मंजरी से भर भर कर. मुझे नित्य नए शिल्प में, नित्य ना नित्यम, नित्य, नए शिल्प में, नए रूप में, ढालने वाले എന്ന് പറഞ്ഞാൽ വാർത്തെടുക്കുക. മേരെ ഉലച്ചേ, ഉലച്ചേ എന്ന് പറഞ്ഞാൽ കുരുങ്ങിയ, രൂഖ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, ചന്ദൻ വാസിത് കേശമേ ചന്ദന മണമുള്ള മുടി, ചുനൗത്തി എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം അല്ലെ പ്രേരണ എന്നുള്ള അർത്ഥം, മാങ്ക് എന്ന് പറഞ്ഞാൽ സിന്ദൂർ രേഖ, സീമന്തരേഖ എന്നുള്ള അർത്ഥം, രിതാദേന എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക എന്നുള്ള അർത്ഥം, ഇല്ലാതെയൊക്കെ നഷ്ടപ്പെടുത്തുക. मुझे नित नए शिल्प में ढालने वाले राधा केवल कृष्ण में मिली हुई सूक्ष्म सुगंध बन जाती है, क्योंकि मिलन या संयोग के वेला में उसके शरीर के अंग प्रत्यंग सब अंग रीत हो जाते हैं. ഇവിടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു,
ഒരു സൂക്ഷ്മ സുഗന്ധത്തിന് സമാനമായിട്ട് രാത്രിയിൽ വിരിയുന്ന നല്ല മണമുള്ള പൂക്കളെപ്പോലെ സുഗന്ധമായിട്ട് രാധ മാറുന്നു. അവിടെ ശരീരം എന്ന് പറയുന്നത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈ വേളയിൽ ഇല്ലാതായി ശൂന്യമായിട്ട് തീരുന്നു. മുझे नित्य नए शिल्प में ढालने वाले എന്താ പറയുന്നത്, തും ഏക് ശില്പി ഹോ. രാധ കനു സെ कहते हैं ഹേ മേരെ പ്രിയ തും ഏക് ശില്പി ഹോ. അങ്ങൊരു ശില്പിയാണ്. മുझे नित्य नए रूप में नए शिल्प में ढाल रहे हैं बना रहे हैं. ഇത് നിത്യവും നീ എന്നെ പുതിയ രൂപത്തിൽ വാർത്തെടുക്കുകയാണ്. मेरे उलझे रूखे चंदनवासित केशों में पतली उजली चुनौती देती हुई मांग वह क्या आखिरी पगडंडी थी. ഇവിടെ ചോദിക്കുകയാണ്, മേരെ ശരീർ കെ അന്യ അംഗം കെ സമാൻ, എൻ്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെപ്പോലെ മേരി പവിത്ര മാങ് കോ ബി റിക്ത് കർണ ചാത്തേ തേ. നീ എൻ്റെ പവിത്രമായ സിന്ദൂർ രേഖയും ശൂന്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ എന്നാണ് രാധ കണ്ണനോട് ചോദിക്കുന്നത്. മേരെ ഉലझे रूखे चंदन वासिद केशम के बीच, എൻ്റെ മുടിയുടെ ചന്ദനഗന്ധമുള്ള മുടിയുടെ ഇടയിൽ പത്തലി ഉജലി ചുനൗത്തി ദേത്തി ഹുയി മാങ്, ആ മുടിയുടെ ഇടയിൽ കൂടി പോകുന്ന നേരിയ നല്ല തിളക്കമുള്ള ആ രേഖയിലെ സിന്ദൂർ രേഖയിലെ ക്യാ, ആ സിന്ദൂർ രേഖ എന്ന് പറയുന്നത് യേ ചുനൗത്തി ദേത്തി ഹുയി മാങ് യേ ആഖിരി പകടണ്ടി ഹേ, ഇതാണോ അവസാനത്തെ വഴി, ഇതാണോ അവസാനത്തെ മാർഗമെന്നാണ് ചോദിക്കുന്നത്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവിടെ ശൂന്യമാക്കി കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു മാർഗമെന്ന് പറയുന്നത് യേ മേരി പവിത്ര മാങ് ഹേ, ഇതെൻ്റെ പവിത്രമായിട്ടുള്ള സിന്ദൂർ രേഖയാണോ നീ അവസാനത്തെ മാർഗമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ജിസേ തും റിഥാ ദേന ചാത്തേ തോ, അതിനെ നീയെ ശൂന്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ. മേരെ പവിത്ര മാങ് കോ ബി റിക്ത് കർണ ചാത്തേ ഹോ, എൻ്റെ പവിത്രമായിട്ടുള്ള സിന്ദൂർ രേഖയെ നീയെ ഇല്ലാതാക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുവോ. ഇസ് തര ഉസേ ആമ്ര മഞ്ജരി സെ ബർക്കർ ഇസി പ്രകാർ മേരെ പവിത്ര മാങ് മേ ആമ്രമഞ്ജരി സെ ബർക്കർ, ഈ മാമ്പൂവ് നിറച്ചുകൊണ്ട് എൻ്റെ സിന്ദൂർ രേഖയെ നീ ഇല്ലാതാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ. മേം ക്യോം ഭൂൽ ഗയി തീ കി मेरे लीला बंधु मेरे सहज मित्र की तो पतदी ही यह है कि वह जिसे भी रिक्त करना चाहता है उसे संपूर्णता से भर देता है. ये मेरी मांग क्या मेरे तुम्हारे बीच की अंतिम पार्थक्य रेखा थी. क्या इसीलिए तुमने उसे आम्र मंजरियों से भर दिया कि वह भर कर भी ताज़ी कुआरी और रीति छूट जाए. मैं क्यों भूल गई थी, मैं भूल नहीं गई कि मेरे ലീലാ ബന്ധു, എൻ്റെ കളിക്കൂട്ടുകാരാ, ലീലാ ബന്ധു കളിക്കൂട്ടുകാരൻ, കിളിസഖ. मेरे सहज मित्र की तो पद्धति ही ये है, मेरे लीला बंधु मेरे केली सगा ये तुम्हारी पद्धति है, ഇത് നിൻ്റെ പദ്ധതിയാണോ. भौतिक या स्थूल रूप से सूक्ष्म और अलौकिक रूप में बनाना चाहता है. यहाँ കൃഷ്ണ ഭൗതികമായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള രൂപത്തിൽ നിന്ന് രാധയെ അലൗകികമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ പദ്ധതിയാണ് ഏ മേരെ ലീലാ ബന്ധു മേരെ സഹജ് മിത്ര കി തോ പദ്ധതി ഹി യഹ് ഹേ, മേരെ മിത്ര കി പദ്ധതി ഹേ യഹ്, എൻ്റെ കൂട്ടുകാരൻ്റെ പദ്ധതി തന്നെയാണ്. വ ജിസേ ബി റിക്ത് കർണ ചാഹത്താ ഹേ ഉസേ സമ്പൂർണതാ സേ ഭർ ദേത്താ ഹേ. വ ജിസേ ബി റിക്ത് കർണ, വ ജിസേ ബി ശൂന്യ കർണ ചാഹത്തെ, ആരെന്നെയാണോ ശൂന്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തിനെയാണോ ആഗ്രഹിക്കുന്നത്, ഉസേ സമ്പൂർണതാ സേ ഭർ ദേത്താ ഹേ, ഉസേ പൂർണ്ണ രൂപ സേ ഭർ ദേത്താ ഹേ. ആരെന്നെയാണോ ശൂന്യമാക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തിനെയാണ് ശൂന്യമാക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് പൂർണ്ണമാക്കി കൊടുത്തതിന് ശേഷമാണ് ശൂന്യമാക്കുന്നത്. സമ്പൂർണത പ്രദാൻ കർക്കെ പൂർണ്ണ രൂപ സേ പ്രദാൻ കർത്തേ ഹേ.
സമ്പൂർണത സേ ഭർ ദേത്താ ഹേ, സമ്പൂർണത അവിടെ കൊടുത്തുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കുന്നത്. യേ മേരി മാങ് ക്യാ മേരെ തുമാരെ ബീച്ച് കി അന്തിം പാർത്ഥക്യ രേഖ തീ. പാർത്ഥക്യ രേഖ എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ലൈനാണ്, അതായത് വിഭജന രേഖ. അന്തിം രേഖ വിഭജന രേഖ എന്ന് പറയും. യേ മേരി മാങ്, എൻ്റെ സീമന്തരേഖ എന്ന് പറയുന്നത്, സിന്ധു രേഖ എന്ന് പറയുന്നത്, മേരെ അവർ തുമാരെ ബീച്ച് കി, എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള അന്തിം പാർത്ഥക്യ രേഖ തീ, അന്തിം വിഭാജൻ രേഖ തീ. ഇത് രണ്ടും എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള ഡിവൈഡിങ് ലൈൻ അല്ലെങ്കിൽ വിഭജന രേഖയാണോ, ഇത് വേർതിരിക്കുന്ന രേഖയാണോ എൻ്റെ സിന്ധു രേഖ. ഹം ദോനോ മേ ഏക് ഹോനെ മേ ബാധ ഡാൽനെ വാലി അന്തിം രേഖ ഹെ. ഹം ദോനം കെ ബീച്ച് മേ, നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ ഏക് ഹോനെ മേ ഒന്നാകുമ്പോൾ ബാധ ഡാൽനെ വാലി അന്തിം രേഖ തീ, അതിൽ തടസ്സമുണ്ടാക്കുന്ന അവസാന രേഖയായിരുന്നു അത്. ഏതാണ്? മേരി പവിത്ര മാങ്, എൻ്റെ പവിത്രമായിട്ടുള്ള സിന്ദൂര രേഖ. അതിനെ പൂർണ്ണത, അതിനെ ഇല്ലാതാക്കാനാണോ നീ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇല്ലാതാക്കി ഇനി ബാക്കിയുള്ളത് സിന്ദൂരരേഖ മാത്രമാണ്, അതും നീ ഇല്ലാതാക്കാനായിട്ട് ശൂന്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? ക്യാ ഇസിലിയെ തുമ്നെ ഉസേ ആമ്ര മഞ്ചരിയോം സേ ബർ ബർ ദിയാ കി വഹ് ബർ കർ ബി ദാസി ക്വാരി അവർ രീതി ചുച്ചായേ. താസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ട്, ക്വാരി എന്ന് പറഞ്ഞാൽ കുമാരി, കന്യക എന്നുള്ള അർത്ഥം. രീതി എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കാം, രീതി ചൂടിച്ചായ എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കി വിടുക. ക്യാ ഇസ്ലിയെ തുമ്നെ ഉസേ ആമ്ര മഞ്ചരിയോം സേ, ഇസ്ലിയെ തുമ്നെ മേരെ പവിത്ര മാങ് മേ ആമ്ര മഞ്ചരിയോം സേ ബർ കർ ദിയാ ഹേ, ബർ ദിയാ ഹേ. വഹ് ആമ്ര മഞ്ചരി താസി മഞ്ചരി की तरह भर कर भी मेरी പവിത്ര മാങ് രീതി ചൂട്ചായി. അപ്പോൾ ഇവിടെ പറയണേ, ഈ മാമ്പൂവിനാൽ നിറച്ചുകൊണ്ട്, എൻ്റെ പവിത്രമായ സിന്ദൂർ രേഖയിലെ ഈ മാമ്പൂവിനെ നിറച്ചുകൊണ്ട്, താസി മഞ്ചരിക്ക് തര, അത് ഫ്രഷായിട്ടുള്ളൊരു പൂങ്കുല പോലെ അതിനെ നിറച്ചുകൊണ്ട്, അവസാനം ക്വാരി അവർ രീതി ചൂട്ചായി, കുമാരിയായിട്ട്, ക്വാരിപ്പൻ, അതായത് കാമ്രമഞ്ചരിക്ക് तीखी सुगंध है, तीखी महक है और उसका ताज़ापन स्त्री के सद्गुणों की संकेत करते हैं. ഇപ്പോൾ ഈ ആമ്രമഞ്ചരി, അത് പൂങ്കുല എന്ന് പറയുന്നതിന് വളരെ തീക്ഷ്ണമായിട്ടുള്ള സുഗന്ധമാണുള്ളത്. അത് ഇവിടെ പറയുന്നുണ്ട്. ഫ്രഷായിട്ടുള്ള പൂങ്കുല എന്ന് പറയുമ്പോൾ അത് ഒരു കുമാരി അല്ലെങ്കിൽ ഒരു കന്യകയുടെ എല്ലാ സദ്ഗുണങ്ങളെയും അവിടെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ജിനെ പുരുഷ സബ്സേ മഹത്വപൂർണ്ണമായിട്ടാ ഹേ, ആ ഗുണങ്ങളെയെല്ലാം, അതായത് ഫ്രഷായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയുടേതായിട്ടുള്ള എല്ലാത്തരം ഗുണങ്ങളോട് കൂടിയ ഫ്രഷായിട്ടുള്ള ഒരു കന്യകയെ അത് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കണക്കാക്കുന്നു. അതുപോലെ ഈ മാമ്പൂവിൻ്റെ സുഗന്ധം പോലെ സൂക്ഷ്മമാണ് അത്. എന്താ പറയുന്നത്, അതുപോലെ ഫ്രഷായിട്ടുള്ള ഒരു പുതിയൊരു രൂപത്തിലേക്ക് എന്നെ മാറ്റാനാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് കളിക്കൂട്ടുകാരനായ കണ്ണനോട് രാധ ചോദിക്കുന്ന ഭാഗമാണിത്. तुम्हारे इस अत्यंत रहस्यमय संगीत को ठीक ठीक न समझ में उसका लौकिक अर्थ ले बैठी, तो मैं क्या करूं? तुम्हें तो मालूम है कि मैं वही बावली लड़की हूँ ना, जो पानी भरने जाती है तो भरे हुए गड्ढे में अपनी चंचल आंखों की छाया देखकर उन्हें कुलेल करती, चड़ुल मछलियाँ समझकर बार बार सारा पानी टलका देती है. ടൽക്ക ദേന എന്ന് പറഞ്ഞാൽ നീച്ചെ ഗിര ദേത്തി ഹെ, താഴെ ഒഴിച്ച് കളയുന്നതിനെ പറയുന്നത് ടൽക്ക ദേത്തി ഹെന്ന്. കുലേൽ ഉനെ കുലേൽ കർത്തി, ക്രീഡാ കർത്തി, കളിച്ചുകൊണ്ടിരിക്കുന്ന. ചടുൽ എന്ന് പറഞ്ഞാൽ ചഞ്ചൽ എന്നുള്ള അർത്ഥം. അപ്പോൾ നോക്കാം. തുമാരെ ഈ സത്യന്ത രഹസ്യമായ സങ്കേത് കോ ടീക് ടീക് നഹി സംച, നിൻ്റെ ഇത്രയും വളരെ വലിയ രഹസ്യമയമായിട്ടുള്ള ഈ സൂചനയെ മേം ടീക് ടീക് തര ന സംച, അതിനെ കൃത്യമായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. നഹി സംച മേ ഉസ്കാ ലൗകിക് അർത്ഥ ലേക്കർ ബൈട്ടി, ഞാൻ അതിൻ്റെ ലൗകികമായ അർത്ഥം എന്താണ് അതാണ് ഞാൻ നോക്കിയിരുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് എനിക്കറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല.
ഇസ്ലിയെ മേ ക്യാ കരും, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? തുമേൻ തോ മാലും ഹേ, നിനക്കറിയാമല്ലോ. മേ വഹി ബാവലി ലടുക്കി ഹുംന, മേ വഹി പാഗൽപ്പൻ ലടുക്കി ഹുംന. പറയണേ, ഞാൻ അന്നത്തെ നിൻ്റെ ആ പൊട്ടിപ്പെണ്ണല്ലേ, എന്നെ നിനക്കറിഞ്ഞൂടെ? ജോ പാനി ഭർനെ ജാത്തി ഹേ തോ ബരേ ഹുയേ ഗഡേ മേ അപ്നി ചഞ്ചലാങ്കും കി ചായ ദേക്കർ. ഇവിടെ പറയണേ, കുടവുമായിട്ട് വെള്ളം നിറയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നിറഞ്ഞ കുടത്തിൽ നോക്കുമ്പോൾ അവളുടെ ഇളകുന്ന കണ്ണുകൾ കാണുമ്പോൾ, അതിൻ്റെ നിഴൽ കാണുമ്പോൾ, അതിൻ്റെ നിഴൽ കാണുമ്പോൾ, പ്രതിബിംബം കാണുമ്പോൾ, ഉനെ കുലേൽ കർത്തി ചടുൽ മച്ചലിയാ സമജ്കർ ഉനെ ഉസ് പാനി മേ ക്രീഡാ കർത്തി ചഞ്ചൽ മച്ചലിയോം കി തര സമജ്കർ ബാർ ബാർ സാരാ പാനി നീച്ചേ ഗിരാ ദേത്തി ഹേ. എന്താ ചെയ്യുന്നത്? അവളിതുപോലെ, നിൻ്റെ ആ പൊട്ടിപ്പെണ്ണല്ലേ, നിനക്കറിയില്ലേ, എൻ്റെ കാര്യം അറിയില്ലേ, ഞാൻ വെള്ളം നിറയ്ക്കാനായിട്ട് കുടമായിട്ട് പോവാം. കുടത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ തന്നെ നിഴൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, നീന്തി കളിക്കുന്ന മത്സ്യമാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു? ആ നിറച്ച വെള്ളം വീണ്ടും വീണ്ടും നിറയ്ക്കുകയും ഒഴിച്ചു കളയുകയുമാണ് ചെയ്തിരുന്നത്. അന്നത്തെ പൊട്ടിപ്പെണ്ണാണ് ഞാനെന്നാണ് രാധ പറയുന്നത്. മേരെ ഇസ് പാഗൽപ്പൻ കെ ബാരെ മേ തും ജാൻതി ഹോ, എൻ്റെ ഈ വിഡിത്തരം അല്ലെങ്കിൽ എൻ്റെ പൊട്ടത്തരൊക്കെ നിനക്ക് മുൻകൂട്ടി അറിയുന്നതല്ലേ? ക്യാ തും ക്ഷമാ നഹി ദോഗേ, എനിക്ക് നീയെ മാപ്പ് തരില്ലേ? ഇസ് ഭൂൽ കെ ലിയേ മുജ്സേ മത് റൂഠോ, ഈ തെറ്റിന്, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ വന്ന ആ തെറ്റിനെ എന്നോട് നീയെ പിണങ്ങരുത്, നീ എന്നോട് ക്ഷമിക്കില്ലേ എന്ന് രാധ കണ്ണനോട് ചോദിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.